എല്ലാവർക്കും ഫ്രീഡം ആപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സിജോ തെക്കിനേത്ത്. ഇദ്ദേഹം ഒരു ക്ലേ മോഡൽ ആർട്ടിസ്റ്റാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആർട്ട് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ്. ഒരു ആർട്ടിസ്റ്റിന് കഴിവുകൊണ്ട് സ്വന്തം മേഖലയിൽ കഴിവ് തെളിയിച്ച് ഒരു ബിസിനസ് തുടങ്ങിയ ഒരു സംരംഭകനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ഒരു ജോലി ഉപേക്ഷിച്ച് ഒരു ബിസിനസ് തുടങ്ങാമെന്ന ആശയത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഈ വർക്ക് ചെയ്തിരുന്നു. അതിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ വരയ്ക്കുമായിരുന്നു. പിന്നെ ക്ലേ മോഡൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ അമ്മയുടെ ആങ്ങളെയാണ് ഇതിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ വെക്കേഷൻ ടൈമിലൊക്കെ പോയി അവിടെ ക്ലേ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെ സ്കൂളിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ കൂടെ പഠിക്കാൻ പോയി. അങ്ങനെ ഒരു 13 വർഷത്തോളം ആളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയുടെ വർക്ക് വന്ന് നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛനാണ് പറയുന്നത് നമുക്ക് ആ പള്ളിയിലെ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് ശരിക്കും ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 7 വർഷത്തോളം ആയിട്ട് ഏകദേശം ഒരു 15 പേരോളം 18 പേരോളം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ പുറത്ത് സൈറ്റുകളാണ് കൂടുതൽ. അതായത് ഒരുപാട് പള്ളികളുടെ വർക്കുകൾ ഏകദേശം ഒരു 10-40 പള്ളിയോളം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് സ്റ്റുഡിയോയിൽ സ്റ്റാച്യൂസുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ ഒരു പള്ളിയുടെ വർക്ക് എടുക്കുമ്പോൾ അതിൽ അൾത്താര ഡിസൈൻ ചെയ്യും. ഇന്ത്യയിലൊക്കെ ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതിൽ സ്റ്റാച്യൂസിൻ്റെ വർക്കുകൾ വരുമ്പോൾ ആ സ്റ്റാച്യൂസ് ഫുള്ള് നമ്മൾ ഇവിടെ ഇട്ടുണ്ടാക്കും. പിന്നെ സിനിമയിലേക്ക് ആർട്ട് ഡയറക്ടർമാരൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ, സഹായങ്ങൾ, ക്ലേ മോഡൽ വർക്കുകൾ അങ്ങനെ കുറേയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രൂപങ്ങളും ഈ സ്റ്റാച്യൂസൊക്കെ നിർമ്മിക്കാനായിട്ട് എന്ത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സിമെൻറ്റ്, മണ്ണ്, കളിമണ്ണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഫൈബർ, അങ്ങനെ 3-4 തരം മെറ്റീരിയൽസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഫൈബറിലേക്കാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും അതിലേക്ക് നമുക്ക് സിമെൻറ്റൊക്കെ ചെയ്യൽ വളരെ കുറവാണ്. ആദ്യം തന്നെ നമ്മൾ ക്ലേ മോഡൽ ക്ലേയിൽ ചെയ്യും. അതായത് എന്ത് സാധനം ഉണ്ടാക്കണോ അതിൻ്റെ ഫസ്റ്റ് രൂപം നമ്മൾ കളിമണ്ണിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഫൈബറിൽ മോൾഡ് എടുക്കും. ആ ഫൈബറിൻ്റെ മോൾഡിലാണ് നമ്മൾ ഫൈബർ തന്നെ ഇട്ട് ഫൈബറിൽ ആക്കും സ്റ്റാച്യൂസുകളായിക്കോട്ടെ എന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈബർ ആകുമ്പോൾ കുറച്ചുകൂടി കാലം ഈട് നിൽക്കും. ഫൈബർ ആകുമ്പോൾ കുറച്ചുകൂടി ഈട് നിൽക്കും ചെയ്യും. വർക്കിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഫിനിഷിങ് ഉണ്ടായിരിക്കും. ഫൈബർ ആകുമ്പോൾ പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പ്ലാസ്റ്റർ പാരീസൊക്കെ വെച്ചാൽ ഇപ്പോൾ കൈയും കാലും അങ്ങനെയൊക്കെ തന്നെ പെട്ടെന്ന് പൊട്ടി പോണ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റർ പാരീസ് പിന്നെ നനഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ പ്ലാസ്റ്റർ പാരീസിൽ നിന്ന് എല്ലാവരും തന്നെ ഇതിലേക്ക് മാറി, ഫൈബറിലേക്ക് മാറി. ബാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലോണിൻ്റെ ആവശ്യം ഇതിനു വേണ്ടി ആവശ്യം വന്നിട്ടുണ്ടോ? ലോണൊന്നും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മുടെ സ്വന്തം സ്ഥലം തന്നെയാണ്. അവിടെ ചെറിയ രീതിയിൽ ആദ്യം ചെറിയ ഷെഡൊക്കെ വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഗോഡൗൺ പോലെയൊക്കെ അടിച്ചു അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ലോണുകളുടെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. സബ്സിഡി കാര്യങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റ് ഇത് വന്നിട്ട് ഇപ്പോൾ പറയുന്നൊക്കെ ഉണ്ട്. ഓരോരുത്തർ കൂടെ ഷെഡൊക്കെ വന്നിട്ട് ലോൺ തരാം, 5 ലക്ഷം രൂപ ലോൺ തരാം, 10 ലക്ഷം രൂപ ലോൺ തരാം എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടിട്ട് ഇപ്പോഴത്തെ കുറേ ഇതിൽ. നമ്മളിപ്പോൾ ലോണിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇത് എവിടേക്കെല്ലാമാണ് ഈ സംഭവം എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു ഇതെല്ലാ പള്ളികൾ അതായത് നമ്മളിപ്പോൾ പള്ളി പണികളാണ് കൂടുതൽ എടുക്കുന്നത്, അൾത്താര വർക്ക്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഉള്ള അവിടുത്തെ വർക്കുകൾ, അതായത് അവിടെ ഇപ്പോൾ ഒരു പള്ളി പണി ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റാച്യൂസിൻ്റെ ആവശ്യങ്ങൾ വരും. അപ്പോൾ അൾത്താരയിലേക്ക് ഒരു സ്റ്റാച്ചു വരും, പുറത്തേക്ക് സ്റ്റാച്ചു വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ഓർഡർ എടുക്കും. അപ്പം തന്നെ ആ ഓർഡർ എടുക്കുമ്പോൾ ആ വർക്കുകൾ മുഴുവൻ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ കടകളിലേക്കുള്ള സെയിലിങ് അങ്ങനെ നമുക്കില്ല. പിന്നെ നമ്മൾ കേരളത്തിലെ ഒരുവിധം എല്ലായിടത്തേക്കും, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് സ്ഥലത്ത് ചെയ്ത് മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര, പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മളിപ്പോൾ ത്രിപുരയിൽ പോയി ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അടുത്ത് ചെയ്ത് കൊടുത്താണ്. നമുക്ക് ഓൺ സൈറ്റ് വർക്കും നമുക്ക് അതായത് പള്ളിയിലെ വർക്കുകൾ ഓൾറെഡി അവിടെ ഒക്കെ ഉള്ളിടത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോകും, ചെയ്തിട്ട് കയറ്റി കൊണ്ടുപോകും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് കൂടുതലായ കാരണം നമ്മൾ അവിടെ പോയി ഇരുന്ന് ചെയ്ത് കൊടുക്കും. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സഹകരിച്ചതിന് വളരെയധികം നന്ദി.
നമ്മുടെ മേഖലയിൽ ഇന്ന് പലർക്കും പല ഐഡിയകളുണ്ട്, ബിസിനസ് തുടങ്ങാനുള്ള പല ആശയങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു പേടിയാണ്, എന്തുകൊണ്ട് ഞാനിത് തുടങ്ങണം, അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമുണ്ടാകുമോ, ഇതിൻ്റെ ലാഭം എങ്ങനെയായിരിക്കും, അതിനുള്ള റിസ്ക് എടുക്കാൻ പലർക്കും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ അതിന് മുന്നിലൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു ആശയമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.